എന്താണ് ജാവാസ്ക്രിപ്റ്റ്, എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ്, ജാവയും ജാവാസ്ക്രിപ്റ്റും സെയിം ആണോ? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അത്രയ്ക്കും സിമ്പിളായ ഒരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം വെബ് ഡെവലപ്മെൻറ്റിന് ഒഴിച്ചുവിടാനാകാത്തൊരു ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ക്ലയൻറ്റ് സൈഡിലാണ് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രൗസറിൽ തന്നെ ഓൾറെഡി ഉണ്ട് ജാവാസ്ക്രിപ്റ്റ് വേണമെങ്കിൽ ക്ലയൻറ്റിന് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ഗൂഗിളിൻ്റെ ഒക്കെ ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ജസ്റ്റ് നമ്മളത് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോ കംപ്ലീറ്റ് ആവും. ഇതൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാം. ഇപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ഒരു ഇവൻറ്റ് നടക്കണം. അതായത് ഇവൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ആക്ഷൻസൊക്കെ ഇല്ലേ, ആ ആക്ഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഈ കൺസോൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൺസോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഡോക്യുമെൻറ്റ് ഉണ്ടോ, ആ ഒരു പേജിൻ്റെ കോഡ് തന്നെ ഡോക്യുമെൻ്റ് ആയിട്ടാണല്ലോ. ഓക്കെ, ഈ ഡോക്യുമെൻറ്റിൻ്റെ അകത്താണല്ലോ ഈ ഒരു ഇത്ര കോഡ്. പിന്നെ വേറെ യൂസ് എന്താണെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇഷ്ടംപോലെ ലൈബ്രറീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു സൈറ്റിൽ നമുക്ക് കിട്ടും. npm.js എന്നുള്ള സൈറ്റിൽ നമുക്ക് വേണ്ട ഏതോ പാക്കേജ് ആണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് സെർച്ച് ചെയ്യാം. ഇപ്പോൾ OTP ആണ് വേണ്ടത്, OTP സെർച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏതാണോ വേണ്ടത് ജസ്റ്റ് ഇവിടെ കാണാം. നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഏത്, ക്വാളിറ്റി, മെയിൻ്റനൻസ്, അത് നോക്കി ഇപ്പം മെസ്സേജ് വേർഡ് എടുത്തു. ജസ്റ്റ് ഈ സംഭവം യൂസ് ചെയ്ത് ജസ്റ്റ് npm മെസ്സേജ് വേർഡ് അടിച്ച് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു കോഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇത് കണ്ട് വലിയ പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ജാവാസ്ക്രിപ്റ്റ്.